Hello everyone, welcome back to our channel. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഡെസ്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ നമുക്ക് കുറേ സ്വീറ്റ്സിൻ്റെ കൂടെയൊക്കെ ചേർക്കാൻ പറ്റിയ സാധനമാണ് ഡെസ്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും. അതിനായിട്ട് ഞാനിവിടെ കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ പാർട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൻ്റെ വൈറ്റ് ഫ്ലഷ് മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് സാധാരണ തേങ്ങ ചിരകുന്ന പോലെ ചിരകിയിട്ട് പിന്നെ അധികം ഉള്ളോട്ട് ചിരകാതിരിക്കുക, അങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ബ്രൗൺ പാർട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു തേങ്ങ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കത്തി വെച്ച് ഈ ഒരു ബ്രൗൺ പാർട്ട് റിമൂവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീലറും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ബ്രൗൺ സ്കിന്ന് മുഴുവനായിട്ടും കളഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. അഥവാ കുറച്ച് ബ്രൗൺ സ്കിൻസ് അങ്ങാറ്റും ഇതിൻ്റെ കൂടെ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം 2 പ്രാവശ്യോളം വെള്ളമൊഴിച്ച് കഴുകിയിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലായി ഈ ഒരു കോക്കനട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അത് നമുക്ക് കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ ഒന്ന് ഒപ്പിയെടുക്കണം. കാരണം നമ്മൾ ഇനി ഈ ഒരു കോക്കനട്ട് ക്രഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആയിപ്പോവും. നമുക്ക് പേസ്റ്റ് പോലെ ആവശ്യമില്ല. ഈ ഒരു കോക്കനട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ക്ലോത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വാട്ടർ മുഴുവനായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിത് ചെറിയ മിക്സി ജാറിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. 2 ബാച്ചായിട്ടാണ് ക്രഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ഒന്ന് ചെറിയൊരു കഷ്ണങ്ങളായിട്ട് ഇട്ടാൽ പെട്ടെന്ന് ക്രഷ് ആയിട്ട് കിട്ടും. ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ല ഫൈൻ പൗഡറായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 2ാമത്തെ ബാച്ചും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിപ്പം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം 10 മിനിറ്റോളം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഈ ഒരു വെള്ളമൊക്കെ പോയിട്ട് ഈ ഒരു കോക്കനട്ട് നല്ലോണം ഡ്രൈ ആയി കിട്ടും. ഏകദേശം 10 മിനിറ്റോളം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡെസ്കേറ്റഡ് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെയും നമ്മൾ കുറച്ച് സമയം ഒന്ന് അതിൻ്റെ ഒരു ചൂട് തണിയുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഡെസ്കേറ്റഡ് കോക്കനട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് കളറ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. Thanks for watching.